ഒരു ആഴ്ചയിലെ ആദ്യത്തെ ട്രേഡിംഗ് ഡേ വളരെ വ്യത്യസ്തമായ ചില ചിന്തകൾ കൊണ്ട് നമുക്ക് വരവേൽക്കാം. ജീവിക്കാൻ നമുക്ക് പണം വേണം. ചെറിയ രീതിയിലായാലും സമ്പത്ത് നമുക്ക് ഉണ്ടായിരിക്കണം. സമ്പത്തില്ലെങ്കിൽ ജീവിതം മുന്നോട്ട് പോവുക ഈ കാലത്ത് ഈ മനസ്ഥിതിയുള്ള ഒരു സമൂഹത്തിൽ ജീവിതം മുന്നോട്ട് പോവുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടാകും. സമ്പാദിക്കണം, പണം നേടണം എന്ന ചിന്ത ഓരോ വ്യക്തിയിലും ഉണ്ടായിരിക്കണം. സ്ത്രീ പുരുഷ ഭേദമന്യേ ഓരോ വ്യക്തിയിലും പണം സമ്പാദിക്കണം എന്ന ചിന്ത ഉണ്ടായിരിക്കണം. നമുക്ക് ആരോഗ്യമുള്ള സമയത്താണ് പണം സമ്പാദിക്കാൻ പറ്റുക. ആരോഗ്യമുള്ള സമയത്ത് തന്നെ നമുക്കൊരു സമ്പാദ്യം അല്ലെങ്കിൽ സ്ഥിരമായ ഒരു നിക്ഷേപം ഉറപ്പാക്കിയിരിക്കണം. ഞാൻ ഇന്ന് ഈ ഒരു വ്യത്യസ്ത ചിന്ത കൊണ്ടുവരാൻ കാരണം 50 വയസ്സ് കഴിഞ്ഞിട്ടും വിവാഹമോ പ്രണയമോ കണ്ടെത്താൻ സാധിക്കാത്ത കുറേ സുഹൃത്തുക്കളെ പരിചയപ്പെട്ടു എന്നുള്ളതുകൊണ്ടാണ്. 50 കഴിഞ്ഞിട്ടും പ്രണയമോ വിവാഹമോ നേടാൻ സാധിക്കാത്ത യുവാക്കൾക്ക് ഞാൻ ഈ സന്ദേശം സമ്മാനിക്കുകയാണ്. സന്ദേശം ഇതാണ്, വലിയ സംഭവങ്ങളൊന്നുമല്ല. പണ്ട് പ്രണയത്തിന് കണ്ണും മൂക്കും കാതും ഒന്നുമില്ലായിരുന്നു. പ്രണയം അന്ധമായിരുന്നു. പക്ഷേ പിന്നീടെപ്പോഴോ പ്രണയത്തിന് കണ്ണോപ്പറേഷൻ കഴിഞ്ഞ് നല്ല രീതിയിൽ കാഴ്ച കിട്ടി എന്ന് കരുതണം. കാരണം പ്രണയം ഇപ്പോൾ എല്ലാം നോക്കുന്നുണ്ട്. താൻ എത്തിച്ചേരുന്ന അല്ലെങ്കിൽ താൻ ചെല്ലുന്ന ആളിൻ്റെ കാറും വീടും സൗന്ദര്യവും സമ്പാദ്യവും എന്തിനേറെ സ്റ്റോക്ക് മാർക്കറ്റ് പോർട്ട്ഫോളിയോ വരെ കൃത്യമായിട്ട് പ്രണയം നോക്കുന്നുണ്ട്. കാഴ്ച കിട്ടിയതു മുതൽ പ്രണയത്തിന് നിബന്ധനകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ചില കണ്ടീഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പ്രണയം വന്നു ചേരുകയുള്ളൂ. പണം ഇല്ലാത്തവരുടെ അടുത്തേക്ക് പ്രണയം വരാൻ ശ്രമിക്കാറില്ല. അഥവാ വന്നു പെട്ടുപോയാൽ കണ്ണടച്ച് തിരിച്ചു പോകാറുമുണ്ട്. ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. ഇന്ന് 2024 ജൂൺ 10 തിങ്കളാഴ്ച, ഒരു ആഴ്ചയുടെ തുടക്കമാണ്. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, PM മോദി 3ാം തവണയും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. 72 മന്ത്രിമാരുടെ കൂടെയാണ് ഇന്നലെ ഞായറാഴ്ച വൈകുന്നേരം സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നത്. ആദ്യത്തെ ക്യാബിനറ്റ് മീറ്റിംഗ് ഇന്ന് വൈകുന്നേരമാണ് കൂടാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും കേരളത്തിൽ നിന്നുള്ള സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവി കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതുണ്ടായില്ല. അദ്ദേഹം ഒരു സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും തീർച്ചയായിട്ടും ഒരു പുതിയ ഗവൺമെൻറ് ഫോർമേഷൻ വന്നിട്ട് മാർക്കറ്റ് ഉറപ്പായിട്ടും അതിന് പോസിറ്റീവായ രീതിയിൽ തന്നെ എടുക്കും. മാർക്കറ്റിൽ അതിനനുസരിച്ചുള്ള ഒരു പോസിറ്റീവ് മൂവ് ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി മറ്റൊന്ന്, രണ്ട് വിധത്തിലുള്ള വ്യൂസാണ്, എക്സ്പേർട്ടിൻ്റെ വ്യൂസാണ്. വരുന്ന 3 മാസത്തിൽ ഓട്ടോ സെക്ടറിന് ഒരു ഡൗൺ ഗ്രേഡ് അല്ലെങ്കിൽ ഒരു ഇടിവ് വരാനുള്ള സാധ്യതയുണ്ട്. അതേസമയത്ത് IT സെക്ടറിൽ വൻ ബൂമിംഗ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് ഓൺലൈൻ മീഡിയാസ് കുറേ എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തി റിപ്പോർട്ട് ചെയ്തതായിട്ട് കണ്ടു. അപ്പോൾ ആ ഒരു വിവരം അഡ്വാൻസ് ആയിട്ട് നിങ്ങളിൽ എത്തിക്കുക എന്നതുകൊണ്ട് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. അതിൻ്റെ ഒരു വിശ്വാസ്യത അല്ലെങ്കിൽ അതിൻ്റെ എത്രത്തോളം വർക്കൗട്ട് ആകും എന്നുള്ള കാര്യം നമ്മൾ ലൈവ് മാർക്കറ്റിൽ തന്നെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇന്ന് ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് സ്റ്റോക്കിൽ ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് ഡാൽമിയ ഭാരത്, പേടിഎം, അദാനി എൻ്റർപ്രൈസസ്, ഡോക്ടർ റെഡ്ഡീസ് ഇതൊക്കെ നിങ്ങൾക്ക് ഒന്ന് പരീക്ഷിക്കാവുന്നതാണ്. ദെൻ റെയിൽടെൽ കോർപ്പറേഷന് 81 കോടി രൂപയുടെ നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്ററിൽ നിന്നും ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. ദെൻ കൊക്കക്കോള തെലങ്കാനയിൽ 700 കോടിയുടെ നിക്ഷേപം കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നു. 700 കോടിയുടെ ഒരു നിക്ഷേപം അവർ തെലങ്കാനയിൽ നിക്ഷേപിക്കാൻ, ഗ്രീൻഫീൽഡ് പ്ലാന്റിൽ നിക്ഷേപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ന്യൂസാണ്. അതായത് ഇന്ത്യൻ മാർക്കറ്റിൽ റീറ്റെയിലേഴ്സ് വളരെ കൂടുതൽ ശക്തി ആർജിക്കുന്നു. അതുപോലെ വളരെ സ്മാർട്ടായ രീതിയിൽ അവർ പണം സമ്പാദിക്കാൻ ഈ ഒരു 6 മന്ത്സിൻ്റെ പീരിയഡ് വെച്ചാണ് ആ ന്യൂസ് ഞാൻ കണ്ടത്.
അതായത് അതിൽ പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ മുൻപൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്പെഷ്യലി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരുന്നു മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ആ ഒരു കാര്യങ്ങൾ മാറുന്നൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ സാഹചര്യങ്ങൾ വന്നു ചേരുന്നത് എന്നാണ് അതിൽ പറയുന്നത്. കാരണം റീറ്റെയിലേഴ്സ് നമ്പർ ഓഫ് റീറ്റെയിലേഴ്സ് കൂടിയിട്ടുണ്ട്, പാർട്ടിസിപ്പൻസ് വളരെയധികം കൂടിയിട്ടുണ്ട്. കൂടാതെ അവർ വളരെ സ്മാർട്ടായിട്ട് വളരെ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പഠിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് ആ റിപ്പോർട്ടിൽ കൃത്യമായിട്ടും പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനേക്കാൾ കൂടുതൽ റീറ്റെയിലേഴ്സ് ഭരണം നടത്തും എന്നാണ്. ഇനി വരുന്ന കാലങ്ങളിൽ അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. കാരണം ഇന്ത്യയിൽ 140 കോടി ജനങ്ങളിൽ ഒരു 20% ആൾക്കാർ പോട്ടെ 10% ഇറങ്ങിയാൽ പോലും അതൊരു ഹ്യൂജ് ക്രൗഡായിരിക്കും. അത്രയും ഫണ്ട് വരും, അത്രയും ആൾക്കാരുടെ പാർട്ടിസിപ്പേഷൻ. അപ്പോൾ ഇതെല്ലാം ഒരേ ഡയറക്ഷനിലേക്ക് പോവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ റീറ്റെയിലേഴ്സിന് ഒരു കോർഡിനേഷൻ വന്ന് ഒരു കോമൺ പോയിന്റിൽ നിന്നും അവർ ഒരു പോയിന്റിനെ ആശ്രയിച്ച് അവർ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ വരും. പിന്നെ മുമ്പൊക്കെ അതായത് 2020-21 ഏറ്റവും കൂടുതൽ ആൾക്കാർ കേരളത്തിൽ നിന്ന്, എസ്പെഷ്യലി നമ്മുടെ മലയാളത്തിൽ നിന്നും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ആ വന്ന ആൾക്കാരൊക്കെ 2021 സെപ്റ്റംബർ മുതൽ വാഷ് ഔട്ടായിട്ട് ഇങ്ങനെ പുറത്തേക്ക് പോയി തുടങ്ങി. കാരണം അവർ പ്രതീക്ഷിച്ച ഒരു ബുള്ളിഷ് മാർക്കറ്റ് അത് 2021 കുറഞ്ഞിരുന്നു. പിന്നീട് അപ്പ് ഡൗൺ മൂവ്മെൻറ്റ് പല രീതിയിലും പല ഫോളും കാര്യങ്ങളൊക്കെ വന്ന് അവർക്കൊന്നും അത് മാനേജ് ചെയ്യാൻ അറിയാത്തൊരവസ്ഥ ഉണ്ടായി. അപ്പോൾ അതോടുകൂടി അവർ വാഷ് ഔട്ടായി പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന ആൾക്കാർ നല്ല രീതിയിൽ പഠിച്ചുഷാറായിട്ടാണ് വരുന്നത്. അവർ മാർക്കറ്റിൽ നിന്നും പണം നേടാൻ പഠിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. 2 കാര്യങ്ങൾ ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒന്ന്, റീറ്റെയിലേഴ്സ് കൂടുതൽ പവർഫുൾ ആവുന്നു. അത് ഏതിനെ ബേസ് ചെയ്ത് എന്ന് പറഞ്ഞിട്ടില്ല, സ്വാഭാവികമായിട്ട് നമുക്ക് ഊഹിക്കാവുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനേക്കാളും പവർഫുൾ ആകുന്നു എന്ന ഒരു വാർത്തയും. രണ്ടാമത്തേത്, അവർ സ്മാർട്ടായി തുടങ്ങിയ റീറ്റെയിലേഴ്സ് സ്മാർട്ടായിട്ട് പൈസ ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന ഒരു വാർത്തയും. ഇതിൽ ഒരു കാര്യം ഓർമ്മിക്കുക, FNO എക്സ്ക്ലൂഡ് ചെയ്താണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഫീച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ചെയ്യുന്നവർ ഇപ്പോഴും 90% റീറ്റെയിലേഴ്സും ലോസിൽ തന്നെയാണ് പോകുന്നത്. ദെൻ IRB ഇൻഫ്ര, ഇത് കഴിഞ്ഞ ദിവസത്തെ ഒരു ന്യൂസാണ്, അത് ഇടയിൽ കയറി വന്നതാണ്. എന്തായാലും നമുക്ക് ഇന്നത്തെ മറ്റ് വിശേഷങ്ങളിലേക്ക് പോകാം. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ US മാർക്കറ്റ് ക്ലിയർലി ബെയറിഷ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. യൂറോപ്യൻ മാർക്കറ്റും ക്ലിയർലി ബെയറിഷ് ആണ്. നിക്കി ഗ്രീനിലുണ്ട്. ഹാങ്സെങ് ചൈനീസ് മാർക്കറ്റ് റെഡിലാണ്. STI റെഡിലാണ്. ഓൾമോസ്റ്റ് ഒട്ടുമിക്ക ഇൻഡെക്സുകളും റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത്, ഇന്നലെ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ട്രേഡിംഗ് ഡേയിൽ 23,257 ക്ലോസ് ചെയ്തത്. ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് 23,225 32 പോയിന്റ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് കിട്ടിയത്. ഇന്നത്തെ ഡേ ഹൈ വന്നിരിക്കുന്നത് 295 23,295. ഡേ ലോയിലാണ് ഇപ്പോൾ മാർക്കറ്റ് വന്ന് നിൽക്കുന്നത്. ദെൻ കറൻ്റ്ലി മാർക്കറ്റ് ട്രേഡ് ഡേ ലോ, ഇന്ന് ഓപ്പൺ ആയതാണ് ഡേ ലോ കേട്ടോ. ഇന്ന് ഓപ്പൺ ആയ വാല്യൂ ആണ് മാർക്കറ്റ് വന്ന് നിൽക്കുന്നതല്ല, ഇന്ന് ഓപ്പൺ ആയത് ഡേ ലോയാണ്. ദെൻ കറൻ്റ്ലി മാർക്കറ്റ് വന്ന് നിൽക്കുന്നത് 23,284 അതായത് ഓപ്പൺ ആയ സ്ഥലത്ത് നിന്ന് 58 പോയിന്റ് മുകളിലേക്ക് കയറി വന്നിട്ടുണ്ട്. സോ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിൽ മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് വരുന്ന രീതിയാണ് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. നോക്കാം നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ എങ്ങനെ വരും എന്നുള്ളത്. ഇന്ന് റിസൾട്ട് ഗ്ലോബൽ ഈവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇന്ന് ജപ്പാൻ ബാങ്ക് ലെൻഡിങ് ഇയർ ഓൺ ഇയർ, ജപ്പാൻ GDP ഗ്രോത്ത് ആനലൈസ്ഡ് ഫൈനൽ, ജപ്പാൻ കറന്റ് അക്കൗണ്ട്, ചൈന ഡ്രാഗൺ ബോട്ട് ഫെസ്റ്റിവൽ, ഓസ്ട്രേലിയ കിങ്സ് ബർത്ത്ഡേ ഇന്ന് അവിടെ ഹോളിഡേ ആണ്, തുർക്കി ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇയർ ഓൺ ഇയർ, ഇറ്റലി ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, USA ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇയർ ഓൺ ഇയർ. ഇത്രയും ഈവൻറ്റുകളാണ് ഇന്ന് വരാനുള്ളത്. ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ നോക്കുകയാണെങ്കിൽ ഗുജറാത്ത് ടൂൾ റൂം, മാക് ഹോട്ടൽസ്, ധ്യാനി ട്രേഡ് വെഞ്ചേഴ്സ്, അതിൻ്റെ ഒരു പ്രത്യേക രീതിയിലുള്ള സ്പെല്ലിംഗ് ആണ് എഴുതിയിരിക്കുന്നത്. ദെൻ FNO ബാനിൽ വന്നിരിക്കുന്ന ബാൽറാം, ചിനി മിൽസ്, സെയിൽ, സീൽ 3 കമ്പനികളാണ് FNO ബാനിൽ വന്നിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 19,943 കോടിയുടെ ബൈങ്ങും 15,552 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 4,391 കോടിയുടെ നെറ്റ് ബൈങ് ആണ് കാഴ്ചവെച്ചത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 15,564 കോടിയുടെ ബൈങ്ങും 16,853 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 1,289 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് കാഴ്ചവെച്ചത്. ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ
3101 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുന്നത്. ജൂൺ മാസത്തിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 13,718 കോടിയുടെ ലാഭം എടുത്തപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 5,578 കോടിയുടെ നിക്ഷേപമാണ് നടത്തിയിരിക്കുന്നത്. മൊത്തത്തിൽ 8,139 കോടിയുടെ ലാഭമെടുപ്പാണ് ഇതുവരെയായിട്ടും ജൂൺ മാസത്തിൽ നടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഓപ്പൺ ആയത് 22,822 468 പോയിന്റ് ലാഭത്തിൽ 23,290 ക്ലോസ് ചെയ്തു. ദെൻ ബുള്ളിഷ് മോഡിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. 5 ദിവസം കൊണ്ട് നിഫ്റ്റിയിൽ 251 പോയിന്റിന്റെ ഒരു ഗ്രോത്ത് ആണ് കിട്ടിയിരിക്കുന്നത്. ജൂൺ മാസത്തിൽ ഇതുവരെയായിട്ട് ഒരു 48 പോയിന്റിന്റെ നഷ്ടമാണ് നിഫ്റ്റിയിൽ കാണുന്നത്. കഴിഞ്ഞ ദിവസം CPR നോർമലായിരുന്നു, പക്ഷേ പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടില്ല. ഇന്ന് നിഫ്റ്റിയിൽ നോർമൽ CPR ആണ്, പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഇന്ത്യ വിക്സ് ഇന്ന് ഓപ്പൺ ആകാൻ പോകുന്നത് 16.88 നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ ഒരു ബുള്ളിഷ് മോഡിലാണ് ഇപ്പോൾ ഉള്ളത്, 1.1 ആണ്. ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിട്ടുള്ളത് 23,500 47 ലക്ഷം കോൾ റേറ്റിംഗ് വന്നിട്ടുണ്ട്. അതേസമയത്ത് പുട്ട് റേറ്റിംഗ് ആണ് കൂടുതലുള്ളത്, 23,000 ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിട്ടുള്ളത്. അത് 60 ലക്ഷമായിട്ടാണ് കാണുന്നത്. ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ ദിവസം 486 പോയിന്റിന്റെ ഒരു ലാഭത്തിലാണ് ക്ലോസ് ചെയ്തത്. ഫിൻ നിഫ്റ്റി 227 പോയിന്റ്, സെൻസെക്സ് 1661 പോയിന്റ്, മിഡ് ക്യാപ്പ് 139 പോയിന്റ്. നല്ല രീതിയിൽ ഗ്രോത്ത് ആണ്, അല്ലെങ്കിൽ ഒരു റിക്കവറിയാണ് മാർക്കറ്റിൽ നടന്നത്. എന്തായാലും ഇന്ന് മിഡ് ക്യാപ്പിൻ്റെയും ബാങ്ക് എക്സിൻ്റെ എക്സ്പയറിയാണ്, നോക്കാം എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. മിഡ് ക്യാപ്പിൽ പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നുമില്ല. മിഡ് ക്യാപ്പ് ഇപ്പോൾ ഒരു അപ്പ് മൂവ്മെൻറ്റ് തന്നെയാണ് തരുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ ഗവൺമെൻറ് ഫോർമേഷനൊക്കെ നടന്നതുകൊണ്ട് എന്തായാലും ഒരു അപ്പ് മൂവ്മെൻറ്റ് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തെ ഡേ ഹൈ വരാൻ സാധ്യതയുള്ള 11,860 ഡേ ലോ വരാനുള്ളത് 11,653 ഈ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് കിട്ടും എന്നത് ഉറപ്പാണ്. ദെൻ ഇതിനെക്കുറിച്ച് ഒത്തിരി ഒന്നും പറയുന്നില്ല, ഇത് ന്യൂസാണ്. ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ കൊണ്ടുപോകാനുള്ള ടെക്നിക്കൽസ് അല്ല. സോ ചിലപ്പോൾ ഇത് ഔട്ട് ഓഫ് ദ റേഞ്ച് ഒക്കെ ട്രേഡ് പോയേക്കാം. സോ നിങ്ങൾ അത് നോക്കി കണ്ടും ട്രേഡ് ചെയ്യുക എന്നേ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. ഇവിടെ ബാങ്ക് എക്സ് ഒരു ബ്രേക്ക് ഔട്ടിന് വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഒരു കൺസോൾട്ടേഷൻ വന്നിട്ട് യെസ്റ്റർഡേ ലോ ഹൈ കട്ട് ചെയ്തിട്ട് മുകളിലോട്ട് കയറുമ്പോൾ നല്ല രീതിയിലൊരു മൂവ് കിട്ടാനുള്ള എല്ലാ സാധ്യതയും ഇവിടെ കാണുന്നുണ്ട്. സോ അത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. മാർക്കറ്റ് ന്യൂസിൻ്റെ ബേസിൽ പോകുമ്പോൾ മൊത്തത്തിലൊരു പോസിറ്റീവ് വൈബാണ് കാണുന്നത്. സോ നിങ്ങളത് ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ. മാർക്കറ്റ് ഇന്ന് ഡേ ഹൈ പ്രതീക്ഷിക്കുന്നത് 57,266, ഡേ ലോ പ്രതീക്ഷിക്കുന്നത് 56,266. സോ രണ്ടിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. യെസ്റ്റർഡേ ഹൈ വന്നിരിക്കുന്ന 56,890, 56,900 മുകളിലോട്ട് മാർക്കറ്റ് വരുമ്പോൾ 57,000 എന്ന ഒരു റെസിസ്റ്റൻസ് അവിടെ വരും. അതിൻ്റെ ഇടയിൽ നിങ്ങളൊന്ന് ട്രിക്കി ആയിട്ട് കളിക്കേണ്ടി വരും. പൊസിഷൻ ലോഡ് കുറച്ചിട്ട് 57,000 ക്രോസ് ചെയ്തതിന് ശേഷം ലോഡ് കൂട്ടി കൊടുക്കുകയോ ആ രീതിയിൽ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. എന്തായാലും ഇവിടെ നല്ല രീതിയിലൊരു കൺസോൾട്ടേഷൻ വന്നിട്ടുണ്ട്. സോ പോസിറ്റീവ് സൈഡിലേക്ക് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത്രയൊക്കെയാണ് ഈ ഒരു രാവിലെ നിങ്ങളോട് സംസാരിക്കാനുള്ളത്. സോ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളും ഒക്കെ ആയിട്ട് നമുക്ക് വൈകുന്നേരം കണ്ടുമുട്ടാം. അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബൈ.